ഹലോ ഫ്രണ്ട്സ്, ഫ്ലിപ്സ് ഓൺ ഓൺലൈൻ എന്ന നമ്മുടെ ഡിജിറ്റൽ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ ജിമെയിൽ തുറക്കുമ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് ഇങ്ങനെ ഒരു മെയിൽ വന്നിട്ടുണ്ടാവും. എ ഷോർട്ട് ഫോം വീഡിയോ കണ്ടിന്യൂസ് ടു ഗ്രോ ഓൺ യൂട്യൂബ്. വി നോ ദാറ്റ് ക്രിയേറ്റേഴ്സ് വാണ്ട്സ് എ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഹൗ ദെയർ ഷോർട്ട് ഫോം വീഡിയോസ് ആർ പെർഫോമിംഗ് ഹോളിസ്റ്റിക്കലി, ഇൻക്ലൂഡിംഗ് വെൻ ദേ ആർ പോസ്റ്റിംഗ് അക്രോസ് മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോം. അങ്ങനെ ചെയ്ത് മുഴുവൻ കാര്യങ്ങളുണ്ടാവും. അതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ മലയാളം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. എൻ്റെ മലയാളത്തിൽ ഇങ്ങനെയാണ് അത് കൊടുത്തിട്ടുള്ളത്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും കാലം നമ്മൾ യൂട്യൂബിൽ ഒരു വ്യൂസ് കണക്കാക്കിയിരുന്നത് 3 സെക്കൻഡ് ഒരാൾ ഷോർട്ട് വീഡിയോ കണ്ടാൽ അതൊരു വ്യൂ ആയി പരിഗണിച്ചിരുന്നു. ഇനി മുതൽ അങ്ങനെയല്ല. എത്ര ആളുകൾ എത്ര തവണയാണോ അത് കാണുന്നത് എങ്കിൽ അത്രയും തവണയാണ് ഇനി വ്യൂസ് ഉണ്ടാവുക. ഇങ്ങനെയാണ് ഷോർട്ട് വ്യൂസ് എണ്ണുന്ന രീതിയിൽ ഒരു മാറ്റം. യൂട്യൂബിൽ ഷോർട്സ് ഫോം വീഡിയോസ് വളർന്നുകൊണ്ടിരിക്കുന്നതിനാൽ ഒന്നിലധികം പ്ലാറ്റ്ഫോമുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഉൾപ്പെടെ അവരുടെ ഷോർട്ട് ഫോം വീഡിയോകൾ സമഗ്രമായി എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ആഴത്തിൽ മനസ്സിലാക്കാൻ സൃഷ്ടാക്കൾ ആഗ്രഹിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം. യൂട്യൂബിൽ ഒരു ഷോർട്ട് വീഡിയോ ഒരു നിശ്ചിത സെക്കൻഡ് നേരത്തേക്ക് പ്ലേ ചെയ്തതിനു ശേഷമാണ് ഒരു കാഴ്ച കണക്കാക്കിയിരുന്നത്. അതായത് 3 സെക്കൻഡ് ഇട്ടാണ്. എന്നിരുന്നാലും സൃഷ്ടാക്കൾ അവരുടെ ഷോർട്ട് വീഡിയോകൾ എത്ര തവണ കാണുന്നുവെന്ന് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അതിനാൽ മുന്നോട്ട് പോകുമ്പോൾ, അതായത് ഭാവിയിൽ നിങ്ങളുടെ ഷോർട്ട് വീഡിയോകൾ എത്ര തവണ പ്ലേ ചെയ്യാനോ റീപ്ലേ ചെയ്യാനോ തുടങ്ങുന്നു എന്നതിൻ്റെ കണക്കാക്കിയിട്ടും കാഴ്ചകൾ. നമ്മൾ ഒരാളുടെ വീഡിയോ 10 തവണ കണ്ടാൽ ആൾക്ക് 10 വ്യൂസായി എന്നർത്ഥം. കുറഞ്ഞ വാച്ച് സമയ നിബന്ധനയൊന്നുമില്ല. നിങ്ങളുടെ വീഡിയോ കാണുന്ന തുടരാൻ എത്ര കാഴ്ചക്കാർ തിരഞ്ഞെടുത്തുവെന്ന് നിങ്ങൾ കാണാൻ കഴിയുന്ന തരത്തിൽ യൂട്യൂബ് അനലിറ്റിക്സ് നിലവിലുള്ള ഷോർട്ട് വ്യൂ മെട്രിക് ഇപ്പോൾ എൻഗേജ്ഡ് വ്യൂസ് എന്ന് വിളിക്കും. ഇനി മുതൽ എൻഗേജ്ഡ് വ്യൂസ് ആയിരിക്കും ഞങ്ങൾ നിലനിർത്തും. ഇത് നിങ്ങൾക്ക് എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് ഇതിൻ്റെ അർത്ഥം മീനിങ്, യൂട്യൂബിൽ ഷോർട്ടുകൾ കാഴ്ചകൾ കാണിക്കുന്നിടത്തോളം ഈ മാറ്റം ബാധകമാകുന്നത് നിങ്ങൾ കാണാൻ തുടങ്ങും. ഈ അപ്ഡേറ്റ് മുതൽ സൃഷ്ടാക്കൾ ഭാവിയിൽ ഷോർട്സ് കാഴ്ചകൾ വർധനവ് കാണാനാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ മാറ്റം സൃഷ്ടാവിൻ്റെയോ കലാകാരൻ്റെ വരുമാനത്തെ നേരിട്ട് ബാധിക്കില്ല. അല്ലെങ്കിൽ സൃഷ്ടാക്കളും കലാകാരന്മാരും യൂട്യൂബിൽ പങ്കാളി പ്രോഗ്രാമിന് എങ്ങനെ യോഗ്യരാകുന്നു എന്നതിനെ ബാധിക്കില്ല. രണ്ടും സജീവമായ കാഴ്ചകളെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും. കാഴ്ചകളെ സജീവമായ കാഴ്ചകളുമായി താരതമ്യം ചെയ്യാൻ കഴിയുന്നത് നിങ്ങളുടെ ഷോർട്ട് ഫോം വീഡിയോകൾ യൂട്യൂബിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ഉൾക്കാഴ്ചകൾ നേടാൻ സഹായിക്കും. നിങ്ങളുടെ ഷോർട്സിൻ്റെ പ്രകടനത്തെക്കുറിച്ചുള്ള ഈ ആഴത്തിലുള്ള ധാരണ നിങ്ങളുടെ ഉള്ളടക്ക തന്ത്രത്തെ അറിയിക്കാനും സാധ്യതയുള്ള ബ്രാൻഡ് അല്ലെങ്കിൽ ഏജൻസി പങ്കാളികൾക്ക് നിങ്ങളുടെ പ്രവർത്തനത്തെ നന്നായി അവതരിപ്പിക്കാനും ഒന്നിലധികം പ്ലാറ്റ്ഫോമുകളിൽ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മൊത്തത്തിലുള്ള വ്യാപ്തിയെക്കുറിച്ച് പൂർണ്ണമായ ചിത്രം നൽകാനും സഹായിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇതാണ് ഇന്ന് വന്ന യൂട്യൂബിൽ നിന്ന് എല്ലാ യൂട്യൂബേഴ്സിനും വന്ന ജിമെയിലിൻ്റെ അർത്ഥം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു.